everyone, welcome back to Cooking with Mummy. മമ്മി ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ടേസ്റ്റി ആൻഡ് ഈസി മോരുകറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കിയിരുന്നേക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു മോരുകറിയാണ്. വളരെ എളുപ്പത്തിൽ, നമുക്ക് ഓണക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു മോരുകറി എങ്ങനെ വെക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു രണ്ട് ബോട്ടിൽ നാച്ചുറൽ യോഗേട്ടാണ്, ലോ ഫാറ്റിൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ യോഗേട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് മിക്സിയിലേക്ക് മാറ്റി നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു തേങ്ങയുടെ പകുതി എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഒരു മുറിയുടെ പകുതിയേ ഉള്ളൂ. അത് ഞാൻ ചിരവി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇത്രയും തേങ്ങ. അതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റാം. ഇതിനെ നമുക്ക് നന്നായി അരച്ചെടുക്കണം, ഈ തേങ്ങയും. പിന്നെ ഒരു സ്പൂൺ ജീരകം, അതിനുള്ളിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ജീരകം ഇട്ടു. പിന്നെ വേണ്ടത് നമുക്ക് അതിനുള്ളിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അത്ര ഇടാം. നമുക്കൊരു 3 പച്ചമുളക്, ഇത്രയും മുളക് മതി ഇതിന് എരിവിന് ആവശ്യമായ പച്ചമുളക്, അത് 3 കൂടെ ഞാൻ അതിലേക്ക് ഇട്ടു. ഇത്രയും സാധനം നല്ല വെണ്ണ പോലെ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഞാൻ അരച്ചെടുക്കാൻ പോവുക. അരച്ചെടുത്തിട്ട് നമുക്കിത് മോരും അടിച്ചെടുത്ത് മിക്സ് ചെയ്യാം എല്ലാം കൂടെ. ഇപ്പോൾ നമ്മളുടെ മോരുകറി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫ്ലെയിം ഇട്ടിട്ടില്ല, തീ ഓൺ ചെയ്തില്ല. ഈ മിക്സിയുടെ ഇതിനകത്ത് ഞാൻ ആ മോര് 2 പാക്കറ്റും ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തു. ഒത്തിരി നേരം അടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഇതുപോലെ ഇരിക്കണം. നമുക്കതെല്ലാം കൂടെ കഴുകിയെടുത്ത് ആവശ്യത്തിന് കറക്റ്റായിട്ട് വെള്ളം നീട്ടിയെടുക്കണം. പിന്നെ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ചത് ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിനുള്ളിലേക്ക് തന്നെ ആഡ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മോരുകറിയാണെന്ന് പറഞ്ഞത്. എന്നിട്ട് നമുക്കിതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ആ തൈര് അടിച്ചപ്പോഴുണ്ടല്ലോ സ്പൂൺ ഇതും കൂടെ ചേർത്തിട്ടുണ്ട്, ഉപ്പ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ ആ അടിച്ചെടുത്ത ഇതെല്ലാം കൊണ്ട് അതെല്ലാം കൂടെ കഴുകി നമ്മുടെ ആവശ്യത്തിന് വെള്ളം കുറച്ചും കൂടെ നീട്ടണം. കാരണം ഇവിടുത്തെ തൈരിന് അത്ര പുളിയില്ല, അത്ര നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള തൈരല്ല ഇവിടുത്തെ വലിയ പുളിയില്ലാത്ത യോഗേട്ട. പിന്നെ അതുകൊണ്ടാണ് തേങ്ങ കുറച്ചരച്ചാൽ മതി, ഒത്തിരി തേങ്ങ അരച്ചാൽ പുളി കുറഞ്ഞു പോകും. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഇതെല്ലാം കൂടെ കഴുകിയെടുത്ത് നമുക്ക് കുറച്ചും കൂടെ വെള്ളം നീട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓൺ ചെയ്യുവാണേ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്, തീ ഒത്തിരി കൂട്ടി വെക്കരുത്. ഞാൻ ഇതുവരെ തീ വെച്ചില്ലായിരുന്നു കേട്ടോ, എല്ലാം കൂടെ മിക്സ് ചെയ്തു. മീഡിയം ഫ്ലെയിമിൽ തീ എടുക്കാതെ ഇളക്കി ഒട്ടും ഇത് വരരുത്, പിരിഞ്ഞു പോകാതെ ഇങ്ങനെ കട്ട പിടിക്കാതെയൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതിനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റീം വരാൻ തുടങ്ങത്തില്ലേ, അത്രയും ടൈം വരെ നമുക്കിതിനെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ മോരുകറി ഇത് കണ്ടോ, ചെറുതായിട്ടല്ല നന്നായിട്ട് തന്നെ സ്റ്റീം വന്നു. അപ്പം നന്നായിട്ട് ചൂടായി. ഇനി ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് കടുക് പൊട്ടിക്കണം. നമുക്കിതിനെ ഇച്ചിരി കടുക് വറുത്തിടണം. അപ്പം ഇത് ഞാൻ ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക, കാരണം ഈ ഇതയിൽ ഇരുന്നാൽ തന്നെ ഇത് ചൂട് കൊണ്ട് ഇതാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കടുക് വറക്കുന്നതിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മോര് കറിക്ക് ഞാൻ നന്നായിട്ട് കടുക് പൊട്ടിച്ച് അങ്ങ് ചേർത്തിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആൻഡ് സിമ്പിൾ മോര് കറി റെസിപ്പി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളിങ്ങനെ ഒന്ന് മോര് കറി വെച്ച് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.